ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം വിട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഗവർണർ പോര് അവസാനിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. മാത്രമല്ല, പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മുഖ്യമന്ത്രി പരമാവധി ശ്രമിച്ചെന്ന് തോന്നുന്നു ഇദ്ദേഹവുമായി ഒന്നിച്ചു പോകാൻ. രാജ്ഭവനും സർക്കാരും തമ്മിൽ ഒരു ഉടക്ക് വേണ്ട, വികസന പദ്ധതികളും അതേപോലെ സർക്കാർ തീരുമാനങ്ങളും ഒക്കെ സമയത്ത് നടപ്പിൽ വരാൻ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വമുള്ള കളികളൊക്കെ തന്ത്രങ്ങളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയതും. അതുപോലെ മുഖ്യമന്ത്രി അദ്ദേഹവുമായി നല്ലൊരു ചങ്ങാത്തത്തിൽ പോകാനൊക്കെ ശ്രമിച്ചു. എന്നാൽ പുതിയ വിവാദത്തോടെ അതും തിരുനക്കര തന്നെയാണ്. വഞ്ചി തിരുനക്കര കയറുമെന്ന് അറിയില്ല. എന്തായാലും സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. രാജ്ഭവനും സർക്കാരും തമ്മിൽ ഉടക്കുന്നതിൻ്റെ ലക്ഷണമുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. ശസ്ത്രക്രിയ മുടങ്ങുന്നതിൽ വിശദീകരണവുമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ന്യൂറോ ഇൻ്റർവെൻഷണൽ ശസ്ത്രക്രിയകൾക്ക് മാത്രമാണ് മാറ്റിയത്. മറ്റ് ശസ്ത്രക്രിയകൾ കൃത്യമായി നടക്കുമെന്ന് വിശദീകരണം. എന്നാൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നമ്മൾ രാവിലെ കൊണ്ടുവന്നൊരു വാർത്തയായിരുന്നു. വാർത്തയ്ക്ക് ഇങ്ങനെ ഒരു പരിണാമം വന്നിരിക്കുന്നു. പ്രതീഷ് ചേരുകയാണ് തത്സമയം. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. SKN തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുരുതരമായൊരു പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം നൂറുകണക്കിന് രോഗികൾ ശസ്ത്രക്രിയക്കായി കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അപര്യാപ്തത മൂലം ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ശ്രീചിത്രയിൽ ഉണ്ടാകുന്നത്. അത് ഡോക്ടർമാർ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീചിത്ര ഡയറക്ടർക്ക് കത്ത് നൽകിയതായും നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീചിത്ര ഒരു വിശദീകരണവുമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം, ഈ റേഡിയോളജി ഇൻ്റർവെൻഷണൽ ശസ്ത്രക്രിയകൾ മുഴുവൻ മുടങ്ങില്ല. ഇതിൽ ന്യൂറോ ഇൻ്റർവെൻഷണൽ ശസ്ത്രക്രിയകൾക്ക് മാത്രമാണ് ചില മാറ്റങ്ങളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പർച്ചേസ് നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് ഇവർ വിശദീകരണമായി അറിയിച്ചിരിക്കുന്നത്. മറ്റ് പീഡിയാട്രിക് ഒപ്പം മറ്റ് കാർഡിയോളജി ഇൻ്റർവെൻഷണൽ ശസ്ത്രക്രിയകൾക്കൊന്നും തന്നെ മാറ്റമുണ്ടാകില്ല. നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ തന്നെ ഈ ശസ്ത്രക്രിയ നടക്കുമെന്നതാണ് ഇപ്പോൾ ശ്രീചിത്ര അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ വിശദീകരണത്തിൽ തന്നെ അവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് ഈ വിശദീകരണ കുറിപ്പിൽ തന്നെ അവർ തന്നെ സമ്മതിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേരത്തെ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് മാറ്റിവെക്കുന്നുവെന്ന് ഡോക്ടർമാർ തന്നെ ഡയറക്ടറെ അറിയിച്ചത്. തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകളാണ് ഇപ്പോൾ മുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇതുവരെയും പോംവഴി ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ശ്രീചിത്രയിലെ തന്നെ ഡോക്ടർമാരുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും കൃത്യമായൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ വലിയ മാനദണ്ഡങ്ങൾ ശ്രീചിത്രയിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലായ ജെം പോർട്ടൽ വഴിയാണ് ഈ ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടത്. പക്ഷേ ഈ റേഡിയോളജി ഇൻ്റർവെൻഷണൽ പോലുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടുതലും വിദേശ നിർമ്മിതമാണ്. അപ്പോൾ ഈ വിദേശ നിർമ്മിത ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ജെം പോർട്ടൽ വഴി വാങ്ങുക അസാധ്യമാണ്. ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ലോക്കൽ പർച്ചേസിലൂടെയാണ് വാങ്ങേണ്ടത്. പക്ഷേ അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ ശ്രീചിത്ര അധികൃതർ അറിയിക്കുന്ന കാര്യം. എന്തായാലും ഈ രോഗികൾക്കിടയിൽ വലിയ ഒരു ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഹൃദയം ഒഴികെയുള്ള രക്തക്കുഴലുകളുടെ തകരാറുകളെല്ലാം തന്നെ പരിഹരിക്കുന്ന ശസ്ത്രക്രിയകളാണ് മാറ്റിവെക്കുമെന്നൊരു മുന്നറിയിപ്പ് ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നതാണ് ഈ രോഗികളും ഇപ്പോൾ പറയുന്നത്. SKN. MG പ്രതീഷ്. ആലപ്പുഴ മുല്ലയ്ക്കലിൽ വീടുകൾക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എന്നാണ് വിവരം. വീടുകളിൽ ആളില്ലാതിരുന്നുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമികമായി കിട്ടിയ നിഗമനം. ഈ മറ്റത്തെ വീടിൽ നിന്നാണ് തുടങ്ങിയത്. ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയുന്നു. അതിനുശേഷം മറ്റു വീടുകളിലേക്കും തീ പടർന്നെന്നാണ് അറിയാൻ സാധിച്ചത്. ആളമായ ഒന്നുമില്ല. മറ്റു വീടുകളിലും ആളുകളില്ലായിരുന്നു. ഈ വീട്ടിലെ ആൾക്കാർ വെളിയിലായിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുന്നതിന് ഫയർഫോഴ്സും പോലീസും എല്ലാത്തിൻ്റെ നേതൃത്വത്തിൽ തീയണയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. അശ്വിൻ ബാലാടി ടെലിഫോണിൽ ചേർന്നു. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ വീട് കത്തിയതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു? രണ്ട് വീടുകൾക്കാണോ തീ പിടിച്ചത്?
SKN ആദ്യഘട്ടത്തിൽ 2 വീടുകൾക്കാണ് തീ പിടിച്ചത്. പിന്നീട് അത് സമീപത്തുള്ള 2 വീടുകളിലേക്ക് കൂടി ഈ തീ പടർന്നു. അങ്ങനെ ആകെ 4 വീടുകൾക്ക് തീ പിടിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ കണക്ക്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വീട്ടിലെ ഇൻവേർട്ടറിൽ നിന്ന് തീ പടർന്നതാണ് ഈ ഒരു വലിയ തീപിടുത്തത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ ആലപ്പുഴ നഗരമധ്യത്തിലുള്ള മുല്ലക്കൽ തെരുവിലെ ബ്രാഹ്മണ സമൂഹത്തിന്റെ ഒരു മഠമുണ്ട്. ബ്രാഹ്മണ സമൂഹത്തിൽ ഏകദേശം 15 വീടുകളാണ് ഉള്ളത്. ഈ 15 വീടുകളിൽ ആൾതാമസമുള്ളത് 6 വീടുകളിലാണ്. ഈ 6 വീടുകളിലെ 4 വീടുകളിലേക്കാണ് നിലവിൽ തീ പടർന്നിരിക്കുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ഈ 4 വീടുകളിലെയും ആളുകൾ സമീപത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 വീടുകളിലും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. ഒരുപക്ഷെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോയിരുന്നേനെ. എന്നാൽ ഈ 4 വീടുകളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത്. അവിടുത്തെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒപ്പം വീട്ടിലെ മറ്റു ഉപകരണങ്ങളും എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തീ പിടിച്ചതിന്റെ ഭാഗമായി അവിടുത്തെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു. നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ അതിവേഗം ഇവിടേക്ക് ഓടിയെത്താൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് സാധിച്ചത് വലിയ അപകടം ഒഴിവാക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു പരിശോധനയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത്. വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ SKN ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസ വാർത്ത. താങ്ക് യു. ആലപ്പുഴയിലെ മുല്ലക്കലിൽ തീ പിടിച്ചു 2 വീടുകൾക്കെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ബിഷപ്പ് അറസ്റ്റിലായി. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2.5 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ബിഷപ്പ് സന്തോഷ് P. ചാക്കോയെയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറിച്ചി സ്വദേശികളിൽ നിന്നും 2.5 ലക്ഷം രൂപ ഈ ബിഷപ്പ് തട്ടിയെടുത്തു എന്നാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് കേസെടുത്തതും അതനുസരിച്ചാണ് ഈ ബിഷപ്പ് അറസ്റ്റിലായതും. നിങ്ങൾക്കറിയാം, ഈ കാനഡയുമായി ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലമായി ഈ നമ്മുടെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത്തിരി മോശമായിരുന്നു. എന്നാൽ ഇന്ത്യ കാനഡ നയതന്ത്ര പോരിന് ഒരല്പം അയവ് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കനേഡിയൻ പ്രധാനമന്ത്രി ക്ഷണിച്ചു എന്നാണ് വിവരം. ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. പരസ്പര ബഹുമാനത്തോടെയും പുതിയ വീര്യത്തോടെയും ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി പറയുന്നു. നമുക്കറിയുന്ന പോലെ കാനഡയിൽ പുതിയ സർക്കാരാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ നമുക്ക് അറിയാൻ കഴിയും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇതുവരെ ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു രാവിലെ വരെ നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ SKN തീർച്ചയായിട്ടും. കാരണം ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ആ ഘട്ടത്തിലായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതും പലതരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പുതിയ ഭരണകൂടം അധികാരത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ G7 ഉച്ചകോടി കാനഡയിൽ നടക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ തുടക്കത്തിൽ ഈ ഉച്ചകോടിയിൽ ഇന്ത്യക്ക് ക്ഷണം നൽകിയില്ല എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ഒരു വ്യക്തത ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. കാനഡയിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കനേഡിയൻ പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ് ആ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു. അതിൽ ആ എക്സ്പോസ്റ്റിൽ പറയുന്നത് കനേഡിയൻ പ്രധാനമന്ത്രിയിൽ നിന്ന് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതിനെ സന്തോഷത്തോടു കൂടിയാണ് ആ ക്ഷണത്തെ കാണുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടിയും പുത്തൻ വീര്യത്തോടു കൂടിയും ഒരുമിച്ച ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഈ G7 സൂചിപ്പിച്ചതുപോലെ ഉച്ചകോടിയിൽ കാനഡ ഇത്തരത്തിൽ ക്ഷണിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ക്ഷണം സ്ഥിരീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഉച്ചകോടി നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും, ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച സ്ഥിരീകരണമില്ല. എന്തായാലും ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നതുകൂടി എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. SKN.
ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഷെമി പറയുന്നു, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ബലിപ്പെരുന്നാൾ കൂടി. എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും 24-ൻ്റെ കുടുംബത്തിനും ഈദ് ആശംസകൾ നേരുകയാണ് ഷെമിയും. പ്രേക്ഷകരെല്ലാം ഈദ് ആശംസകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഈദ് ആശംസകൾ ഞങ്ങൾ നേരുന്നു. അമേരിക്കയിൽ നിന്ന് ഒരു അടിയുടെ കഥയാണ്. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കുമാണ് അടിയുടെ ആളുകൾ. ഇവർ തമ്മിൽ വലിയ ചങ്ങാത്തമായിരുന്നു. ആ ചങ്ങാത്തത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. വലിയ പോരിലേക്ക് ഈ ഇലോൺ മസ്കും അതുപോലെ ഡൊണാൾഡ് ട്രംപും കടന്നിരിക്കുന്നു. ഇലോൺ മസ്ക് ഒരു ശതകോടീശ്വരനാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന് ശതകോടികൾ ഉള്ളത് കൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. നന്ദികേടായിപ്പോയി എന്ന് വരെ മസ്കിനെ കൊണ്ട് പറയിപ്പിച്ചു. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ കയറി പറഞ്ഞു കളഞ്ഞു മസ്ക്. ഈ അടുത്ത കാലം വരെ വൈറ്റ് ഹൗസിൽ ചെറിയ പണിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ താരിഫ് നയം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്ക നയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. ജെംഫ്രി എംസ്റ്റിൻ്റെ ലൈംഗികാരോപണ കേസ് ഫയലിൽ ട്രംപിൻ്റെ പേരുണ്ടെന്നും ഇലോൺ മസ്ക് ഒരു വെളിപ്പെടുത്തൽ നടത്തി. മസ്കിന് സമനില തെറ്റിപ്പോയി എന്നും ഇനി സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് ഇതിനകം വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിന്റെ താരിഫ് നയം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് മസ്കിന്റെ കമ്പനികൾക്കുള്ള ഇളവുകൾ നിർത്തലാക്കിയാൽ സർക്കാരിന് വലിയ തുക ലാഭിക്കാൻ കഴിയുമെന്ന് ട്രംപിന്റെ തിരിച്ചടി. തന്റെ സഹായമില്ലെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമായിരുന്നുവെന്ന് മസ്കിന്റെ പിന്തുണയില്ലെങ്കിലും താൻ ജയിക്കുമായിരുന്നുവെന്ന് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനെ അനുകൂലിച്ച് മസ്കിന്റെ നീക്കങ്ങളിൽ നിരാശനെന്ന് ട്രംപ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരുടെയും അധിക്ഷേപങ്ങളും വെല്ലുവിളിയും. താരിഫ് നയങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്നത് മസ്കിനാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതാണ് മസ്കിനെ പ്രകോപിപ്പിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. എന്നാൽ പൊതുജനങ്ങൾക്ക് വായിച്ചു നോക്കാൻ പോലും സമയം നൽകാതെയാണ് നിയമം പാസാക്കിയതെന്ന് മസ്ക് ആരോപിക്കുന്നു. വെല്ലുവിളി കടുത്തപ്പോൾ മസ്ക് ഒരു പടി കൂടി കടന്ന് ട്രംപിനെതിരെ യഥാർത്ഥ ബോംബ് പൊട്ടിക്കാൻ സമയമായെന്ന് എക്സിൽ കുറിച്ചു. ജെഫ്രി എപ്സ്റ്റൈനെതിരായ ലൈംഗികാരോപണ കേസിൽ ട്രംപിന്റെ പേരുണ്ടെന്നും ഇതാണ് ഫയലിലെ വിവരങ്ങൾ പുറത്തുവിടാത്തതിന് പിന്നിലെന്നുമാണ് ആരോപണം. പോരു മുറുകിയതോടെ ടെസ്ല ഓഹരികൾക്ക് 15% ഇടിവ് രേഖപ്പെടുത്തി. മസ്കിന്റെ കമ്പനികൾക്കുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപും ഡ്രാഗൺ പേടകം ഡീകമ്മീഷൻ ചെയ്യുമെന്ന് മസ്കും പ്രഖ്യാപിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മസ്ക് ഈ പ്രസ്താവന പിൻവലിച്ചു. ലോകത്തെ ശക്തനായ രാഷ്ട്രീയ നേതാവും അതിസമ്പന്നനും തമ്മിലുള്ള പോരാട്ടം കടുക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇരുവരിലേക്കും തിരിയുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓക്കെ, എന്തായാലും ഈ പോര് മുറുകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരനും അമേരിക്കൻ രാഷ്ട്രപതിയും തമ്മിലുള്ള പോര് കൂടുതൽ മുറുകിയാൽ അതിൻ്റെ അലോസരം തീർച്ചയായിട്ടും അമേരിക്കക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുകയാണ് ഈ പോരിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ. പ്രൈം ടൈമിലേക്ക് സ്വാഗതം മധു. അമേരിക്കയിൽ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവർ തമ്മിൽ പിണങ്ങി ഇങ്ങനെ ഒരു പോരിലേക്ക് കടക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. SKN തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചവരുമുണ്ട്, പ്രതീക്ഷിക്കാതിരുന്നവരുമുണ്ട്. പക്ഷെ കൊച്ചുകുട്ടികളെ പോലാണ് മസ്ക് അല്പം തണുത്തിട്ടുണ്ട്. പക്ഷെ ട്രംപ് പറയുന്നത് ഉടനെയൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തന്നെയുമല്ല, വൈറ്റ് ഹൗസ് എലോൺ മസ്കുമായിട്ട് ഒരു ഫോൺ കോൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുമില്ല. പക്ഷെ നേരത്തെ ഒരുപക്ഷെ ട്രംപ് ഇന്നിപ്പം വെള്ളിയാഴ്ച രാവിലെയാണ് സംസാരിക്കുമെന്നുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ചില വ്യക്തിപരമായ നഷ്ടങ്ങൾ വരുമ്പോൾ എലോൺ മസ്കിനെ സംബന്ധിച്ച് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്പേസ് എക്സിന്റെ പദ്ധതിയുമൊക്കെ ഗവൺമെന്റുമായിട്ട് ചേർന്നാണ്. US ഗവൺമെന്റ് തന്നെ ഒരു പ്രധാന സ്വകാര്യ ബഹിരാകാശ ദൗത്യം എലോൺ മസ്കിന്റെ സ്പേസ് എക്സിൽ കൂടിയാണ്. തന്നെയുമല്ല, നമ്മൾ ഇന്ത്യ രാജ്യത്തിന് തന്നെ ഒരു അല്പം ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം അടുത്ത ആഴ്ച നമ്മളുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ ആദ്യമായിട്ട് സ്പേസ് എക്സിലാണ് 4 പതിറ്റാണ്ടിന് ശേഷം ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. തന്നെയുമല്ല, ഈ ദൗത്യം നടത്തുകയാണെങ്കിൽ ISS-ൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ കൂടിയായിരിക്കും ശുഭൻഷു ശുക്ല. പക്ഷേ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് വരുന്നത് അനുസരിച്ച് മസ്ക് അതിൽ നിന്ന് അല്പം പിൻവാങ്ങിയിട്ടുണ്ട്. ഇത് ഡീകമ്മീഷൻ ഈ പദ്ധതി ചെയ്യത്തില്ല എന്നാണ് മസ്ക് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ നിന്ന് അനൗദ്യോഗികമായിട്ട് വരുന്നത് ട്രംപ് മാർച്ചിൽ മസ്കിന്റെ കച്ചവടം ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ചുമന്ന ടെസ്ല വാങ്ങിച്ചിട്ടുണ്ട്. അത് വൈറ്റ് ഹൗസിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ വിൽക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഏതാണ്ട് 14% ടെസ്ലയുടെ ഓഹരികൾ ഇടിഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ 4% അത് തിരിച്ചു വരുന്നുണ്ട്. തന്നെയുമല്ല, മസ്ക് ഇപ്പോൾ ആ പ്രതികരണമൊക്കെ നിർത്തിയിട്ടുണ്ട്.
US കോൺഗ്രസ് സ്പീക്കർ മൈക്ക് ജോൺസൺ മസ്കുമായിട്ട് നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് ഈ വിഷയം തണുപ്പിക്കാൻ. തന്നെയുമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ തന്നെ മസ്ക് നീങ്ങുമെന്നുള്ളൊരു സൂചന ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു. തന്നെയല്ല വ്യക്തിപരമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് $300 മില്യൺ കഴിഞ്ഞ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കായിട്ട് മസ്ക് മാറ്റിവെച്ചത്. ഇതിലൊരു 100 മില്യൺ കൊടുക്കാനുണ്ട്. അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവർ വീണ്ടും കൂട്ടുകൂടാനുള്ള സാധ്യത ഏറെയാണ്. പാകിസ്ഥാനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിൽ പാകിസ്ഥാൻ മാനവികതയ്ക്ക് എതിരാണെന്നും കാശ്മീരിന്റെ വികസനം തടയാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ജമ്മുകാശ്മീരിലെത്തിയത്. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി 1 മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതത്തിന്റെ ശേഷി വ്യക്തമാക്കിയെന്ന് ഖത്രയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മാനവികതയുടെ എതിർപക്ഷത്താണ് പാകിസ്ഥാൻ. ഭീകരത പടർത്താനും ഇന്ത്യയിൽ കലാപമുണ്ടാക്കുകയുമാണ് പാക് ശ്രമമെന്നും പ്രധാനമന്ത്രി. हमारे पड़ोस का देश मानवता का विरोधी वो ऐसा देश है. പാക് ഭീകരർക്കും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിന്റെ വികസനം മുടങ്ങില്ലെന്നും മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും മോദി. नरेंद्र मोदी का वायदा है मैं यहाँ विकास को रुकने नहीं दूंगा. यहाँ के नौजवानों को सपने पूरा करने से कोई भी बाधा. ജമ്മു കാശ്മീരിൽ 46,000 കോടിയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. പാക് ഷെൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഷെൽ ആക്രമണത്തിൽ വീട് പൂർണ്ണമായി തകർന്നവർക്ക് 2 ലക്ഷം രൂപയും ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ജമ്മു കാശ്മീരിന്റെ യാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് പാലവും കേബിൾ പാലവും രാജ്യത്തിന് ഇന്ന് സമർപ്പിച്ചു പ്രധാനമന്ത്രി. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയ്ക്കും ഇന്ന് തുടക്കം കുറിച്ചു. കാശ്മീർ വികസനത്തിന്റെ പുതിയ യുഗമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബിലേത്. ജമ്മുകശ്മീരിലെ താപനില വ്യതിയാനങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണം. ഈഫൽ ടവറിനെയും കുത്തബ് മീനാറിനേക്കാളും ഉയരം. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാം. 260 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ ചെറുക്കാനുള്ള ശേഷി ഉൾപ്പെടെ ഒട്ടേറെ സവിശേഷതകളാണ് ഈ ആർച്ച് ബ്രിഡ്ജിന് ഉള്ളത്. ഉദ്ഘാടനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർച്ച് ബ്രിഡ്ജ് സന്ദർശിച്ച് വിലയിരുത്തി. രാജ്യത്തെ ആദ്യ കേബിൾ പാലമായ അഞ്ചി ബ്രിഡ്ജും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശിവാലിക് പിർപ്പഞ്ചൽ മലനിരകളിലൂടെ നിർമ്മിച്ച ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ. ये जम्मू कश्मीर के नए सामर्थ्य की पहचान है. भारत के नए सामर्थ्य का जयघोष है. രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കശ്മീർ താഴ്വരയിലേക്ക് ട്രെയിൻ സർവീസ് സാധ്യമാകും. കശ്മീർ താഴ്വരയെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. 24 ഡൽഹി. എന്തായാലും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ആ പാലം. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി കൊടുത്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോയ ആ പാക്കേജ് വീണ്ടും കാണാം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർക്ക് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർലിങ്ക് മുന്നോട്ടു പോകുന്നത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വിന്യസിച്ചിട്ടുള്ള 7556 ചെറു ഉപഗ്രഹങ്ങൾ വഴിയാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. അധികം വൈകാതെ ഇത് 12,000 ചെറു ഉപഗ്രഹങ്ങളായി വർദ്ധിപ്പിക്കും. സാധാരണ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് ആവശ്യമായ കേബിളുകളോ ടവറുകളോ സ്റ്റാർലിങ്കിന് ആവശ്യമില്ല.
പകരം ഉപയോക്താക്കൾക്ക് ഒരു ചെറിയ സാറ്റലൈറ്റ് ഡിഷ് അഥവാ സ്റ്റാർലിങ്ക് ടെർമിനലും റൗട്ടറും ലഭിക്കും. ഈ ഡിഷ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുകയും റൗട്ടർ വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയും ചെയ്യുന്നു. കേബിൾ ശൃംഖലകൾ എത്തിച്ചേരാൻ പ്രയാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളിലും ദുർഘടമായ പ്രദേശങ്ങളിലും സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് ലഭ്യമാക്കാനാകും. 220 Mbps വരെ വേഗത സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സാധാരണ ഇന്റർനെറ്റ് ശൃംഖലകൾ തകരുമ്പോൾ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം നിർണായകമാകും. എന്നാൽ സ്റ്റാർലിങ്ക് സേവനങ്ങളുടെ പ്രാരംഭ ചെലവ് കൂടുതലായിരിക്കും. ഡിഷിനും റൗട്ടറിനും ഏകദേശം 25,000 മുതൽ 35,000 രൂപ വരെ വില വരും. പ്രതിമാസ പ്ലാനുകൾക്കും നിലവിലെ ബ്രോഡ്ബാൻഡ് സേവനങ്ങളെക്കാൾ ഉയർന്ന നിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന നിലയിൽ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ യഥാർത്ഥ വിജയം. വൺവെബ്, റിലയൻസ് ജിയോ തുടങ്ങിയ കമ്പനികൾക്ക് ശേഷം ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകാൻ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. റിസർച്ച് ഡെസ്ക് 24. രാജ്ഭവനിലെ കാവി കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട CPI രാഷ്ട്രപതിക്ക് അയച്ച കത്തിലാണ് ഈ ആവശ്യം. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹം മാത്രമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് 24നോട് പറഞ്ഞു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ദിനാഘോഷത്തിനു മുൻപ് കാവി പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ആവശ്യം ന്യായീകരിച്ച് ഗവർണർ രംഗത്ത് വന്നെങ്കിലും പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറല്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന CPI ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടിയുടെ രാജ്യസഭാകക്ഷി നേതാവ് P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണർ പദവി തന്നെ അനാവശ്യമാണെന്നാണ് പാർട്ടി നിലപാടെന്ന് നേതൃത്വവും വ്യക്തമാക്കി. ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിന് ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. രാജ്ഭവനിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. വിവാദത്തിൽ രാജ്ഭവനിൽ നിന്ന് പുതിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം. തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. നിങ്ങൾക്കറിയാം, കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായിരുന്നു തെന്നല. തെന്നല ഇനി ഓർമ്മകളിൽ. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട. നാളെ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാരം നടക്കും. കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു തെന്നലയെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചിച്ചു. കോൺഗ്രസിലെ സൗമ്യനായ നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, K മുരളീധരൻ, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, റോഷി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെ തെന്നലയ്ക്ക് അന്തിമോപചാരമർപ്പിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെല്ലാം മാതൃകയാണ്. കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് കാണുമ്പോൾ, ഇന്ത്യയിലെ രാഷ്ട്രീയം ഇന്ന് കാണുമ്പോൾ തെന്നല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മാതൃകയാണ് എൻ്റെ അഭിപ്രായം. തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാന്യനായ ഒരു നേതാവിനെയാണ് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ ജനകീയ മുഖമായിരുന്നു തെന്നലയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൃതദേഹം നാളെ രാവിലെ 10 മുതൽ KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദിരാഭവനിൽ അന്തിമോപചാരമർപ്പിക്കും. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ
ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട് സേലം ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ അന്തരിച്ചു. മൃതദേഹം തൃശ്ശൂരിലെത്തിക്കും. കൈക്ക് പരിക്കേറ്റ ഷൈനും നടുവിന് പരിക്കേറ്റ അമ്മയും ആംബുലൻസിൽ തൃശ്ശൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. കർണാടക രജിസ്ട്രേഷൻ ലോറിയിൽ കാറിടിച്ച് രാവിലെയായിരുന്നു അപകടം ഉണ്ടായത്. ബംഗളൂരുവിലേക്കുള്ള യാത്രയിലായിരുന്നു ഷൈൻ ടോമും കുടുംബവും. തമിഴ്നാട് ദേശീയപാതയിൽ ധർമ്മപുരി പിന്നിട്ട് പാലാക്കോട് രാവിലെ 6:30. മുന്നിൽ പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ലോറിക്ക് പിന്നിലേക്ക് കുടുംബം സഞ്ചരിച്ച കാർ ഇടിച്ചു കയറി. നടുവിലെ സീറ്റിലിരുന്ന പിതാവ് ചാക്കോയുടെ തല മുൻ സീറ്റിലിടിച്ചു. സംഭവസ്ഥലത്ത് തന്നെ ജീവൻ നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന മാതാവിന് ഇടുപ്പിൽ പരിക്കേറ്റു. പുറകിലെ സീറ്റിൽ ഉറങ്ങുകയായിരുന്ന ഷൈനിന്റെ തോളലിനും കൈക്കും പരിക്കുണ്ട്. ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന സഹോദരനും സുരക്ഷിതർ. லாரி முன்னாடி போயிட்டு இருந்துச்சு, பின்னாடி இது காரு போயிட்டு இருந்துச்சு. அப்போ இவர் பின்னாடியே போயிட்டு இருந்தார். டயரு பெஸ்ட் ஆயிடுச்சு, வெயிட் ஆயிடுச்சு. அதில் ஸ்லிப் ஆகிட்டு லாரி பேக் சைடு லெஃப்டில் டச், வண்டிக்கு காருக்கு டச் ஆகிட்டு அப்புறம் அந்த சைடில் கட்டை இருக்குதுங்க இல்லைங்களா, அந்த கட்டைக்கு இடிச்சிருச்சு. പരിക്കേറ്റവരെ തൊട്ടുപുറകെ വന്ന കേരള രജിസ്ട്രേഷൻ കാറിൽ ധർമ്മപുരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പിതാവ് ചാക്കോയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഷൈനിനും മാതാവിനും തൃശൂരിലെ ആശുപത്രിയിൽ തുടർ ചികിത്സ നൽകും. വിദേശത്തുള്ള മക്കൾ മടങ്ങി വരുന്നതുവരെ ചാക്കോയുടെ മൃതദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. 24 ധർമ്മപുരി. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിൻ്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഡ്രൈവർക്കെതിരെ നരഹത്യ കുറ്റം പ്രകാരം കേസെടുത്തു. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ ചുമത്തിയാണ് തമിഴ്നാട് പാലാക്കോട് പോലീസ് കേസെടുത്തത്. കർണാടക സ്വദേശി അനീഷായിരുന്നു കാറിൻ്റെ ഡ്രൈവർ. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി തത്സമയം ചേരുകയാണ്. പ്രൈം ടൈമിൽ സൂരജ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? ഒരു ജീവൻ അപഹരിക്കുകയും അതോടൊപ്പം തന്നെ 2 പേർക്ക്, ഷൈൻ ടോം ചാക്കോയ്ക്കും അതോടൊപ്പം തന്നെ മാതാവിനും പരിക്കേറ്റ വാഹനാപകടത്തിലാണ് ഇപ്പോൾ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. പാലാക്കോട് പോലീസാണ് 3 വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. 281, 125, 106 BNC പ്രകാരമുള്ള 3 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ഇതിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുക തുടങ്ങി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടുന്നതാണ് ഈ 3 വകുപ്പുകൾ. നിലവിൽ ഡ്രൈവർ ഈ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സ്വാഭാവികമായും ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. സ്റ്റേഷൻ ജാമ്യം നൽകി ഇന്ന് രാത്രിയോടുകൂടി ഡ്രൈവറെ വിട്ടയക്കുമെന്ന് 2 വാഹനങ്ങളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. 2 ടയർ ഉൾപ്പെടെ പൊട്ടി ഇടിച്ചു കയറുകയായിരുന്നു ഈ ലോറിക്ക് പിന്നിൽ നിന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. എന്തായാലും ഇത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ ടോം ചാക്കോയും അതോടൊപ്പം തന്നെ മാതാവും ഈ തമിഴ്നാട് ആശുപത്രിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവരിപ്പോൾ പാലക്കാട് പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അവരെ തൃശ്ശൂരിലെ സൺ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകും. അവിടെ എത്തി ഇവരുടെ രോഗാവസ്ഥ പരിശോധിച്ച ശേഷം എത്തരത്തിലുള്ള തുടർ ചികിത്സയാണ് വേണ്ടതെന്ന് നോക്കി വേണമെങ്കിൽ ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സിക്കും. അല്ല, ആശുപത്രി മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടെന്നാണെങ്കിൽ സൺ ആശുപത്രിയിൽ നിന്ന് മാറ്റി മറ്റ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ചികിത്സ നൽകാവുന്ന ആശുപത്രിയിലേക്ക് മാറ്റാനാണ് നിലവിൽ കുടുംബത്തിന്റെ ആലോചന. അതോടൊപ്പം തന്നെ ഷൈൻ്റെ പിതാവ് ചാക്കോയുടെ സംസ്കാരം ഞായറാഴ്ച ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ വിദേശത്താണുള്ള. അവർ ഞായറാഴ്ച രാവിലെയോടുകൂടി മാത്രമേ എത്തുകയുള്ളൂ. അവരുടെ വരവ് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ അടക്കം നിശ്ചയിക്കുക. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ അറസ്റ്റിലായ 4 പ്രതികളെയും ഇന്ന് റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് പക്ഷേ ഹൈക്കോടതി തടഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് മുഹമ്മദ് റഗീസ് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. റഗീസ്, വിവരങ്ങൾ? ഇതിപ്പോൾ ഈ അപകടം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ പറയുന്ന സർക്കാർ മറ്റെല്ലാവരെയും ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. അതായത് RCBയെയും
ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിനെയും ഒപ്പം തന്നെ ഈ ക്രിക്കറ്റ് അസോസിയേഷനെയും, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ. അപ്പോൾ ഈ 3 സംഘങ്ങളും ഇന്ന് കോടതിയിൽ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. പ്രധാനമായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ക്രിക്കറ്റ് അസോസിയേഷനാണ്. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായ എല്ലാ കേസുകളും ക്വാഷ് ചെയ്യണം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചു. എന്നാൽ അത് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോടതി കടന്നില്ല എങ്കിലും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ക്രിക്കറ്റ് അസോസിയേഷന് ഒരല്പം ധൈര്യമായി. ഈ പോരാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കായി. എന്നാൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എത്തിയ RCBയുടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് ഹെഡിന് ഈ ഒരു ആനുകൂല്യം കോടതി നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ സാധൂകരിച്ചുകൊണ്ടാണ് കോടതി സംസാരിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ 4 പേരെ കോടതി റിമാൻഡ് ചെയ്യാനും തീരുമാനിച്ചത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താം എന്നുള്ള ആലോചനയാണ് ഈ മറ്റു 3 പേരും നോക്കുന്നത്. മറിച്ച് സർക്കാർ എങ്ങനെയൊക്കെ ഇത് തങ്ങളുടെ പെടലിൽ നിന്ന് ഊരാം എന്ന് ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിയത്. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് സർക്കാരിന് മൈലേജ് ഉണ്ടാകും, അതുകൊണ്ട് ഈ പരിപാടി നടത്തണം എന്ന് വാശി പിടിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല സിദ്ധരാമയ്യ, DK ശിവകുമാർ തർക്കം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടായി വരുന്നു എന്നുള്ള സൂചന കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പോലീസുകാർക്കെതിരെ വലിയൊരു നീക്കം സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം DK ശിവകുമാർ തലേന്ന് പോലീസിനെ ന്യായീകരിച്ചു വരുമ്പോൾ പിറ്റേന്ന് സിദ്ധരാമയ്യ ഇടപെട്ടുകൊണ്ട് പോലീസിനെ ഒക്കെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ 5 പേരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അസാധാരണമാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത ബിഷപ്പ് അറസ്റ്റിലായി. ഇവാഞ്ചലിക്കൽ സഭാ ബിഷപ്പ് സന്തോഷ് P. ചാക്കോയാണ് പിടിയിലായത്. ഏപ്രിൽ ഒരു 20-ാം തീയതിക്ക് ശേഷമാണ് ആളെ, ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. ഈ കോട്ടയത്ത് ബേക്കർ ജംഗ്ഷനിൽ വെച്ചാണ് കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ US അല്ല കാനഡ എന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ സാലറി വാഗ്ദാനം ചെയ്താണ്. 12 ലക്ഷം രൂപയാണ് മൊത്തം ചെലവ് പറഞ്ഞിരുന്നത്. 12 ലക്ഷം രൂപയിൽ ആദ്യം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 6 ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 20-ന് ശേഷം മെയ് 3-ാം തീയതി പാസ്പോർട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. അന്ന് നമ്മുടെ സിമൻറ്റ് കവലയിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങി. അപ്പോൾ അതിനുശേഷം 1 മാസമായിട്ടും വേറെ നമുക്ക് ഇത് പോകുന്നതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതായത് പണം അടച്ചെന്ന് പറയുന്ന റെസിപ്റ്റ് ചോദിച്ചു, അത് കിട്ടുന്നില്ല. പിന്നെ ഓൺലൈൻ സ്ക്രീൻഷോട്ട് ചോദിച്ചു, അതൊന്നും തരുന്നില്ല. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ടെലിഫോണിൽ ചേരുന്നു. ടോബി, ഒരു ബിഷപ്പിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഒരു തട്ടിപ്പ് വാർത്ത വരുന്നത് നമുക്ക് തന്നെ വായിക്കും ഒരു സുഖക്കുറവ്. വിവരങ്ങൾ പറയും. തീർച്ചയായിട്ടും അല്പം സുഖക്കുറവുള്ള ഒരു വാർത്ത തന്നെയാണ്. മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അയാൾ സ്വന്തം സഭ രൂപീകരിക്കുന്നു എന്നുള്ള ഒരു വിവരമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സ്വരൂപിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അമേരിക്കയിൽ 4 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഈ വ്യക്തിയുടെ കയ്യിൽ കൊച്ചി സ്വദേശിയായ അബിൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ ഇയാൾ കൈപ്പറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് വിസയോ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാതെ വന്നപ്പോഴാണ് ഈ ആളുകൾക്ക് പണം നൽകിയ വ്യക്തിക്ക് ഒരു സംശയം തോന്നുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അങ്ങനെ ചിങ്ങവനം പോലീസിൽ ഒരു പരാതി നൽകുകയും ചിങ്ങവനം പോലീസ് കേസെടുക്കുകയും തുടർന്ന് ഈ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. മറ്റു പലരിൽ നിന്നും സമാനമായ രീതിയിൽ ഈ ബിഷപ്പ് പണം സ്വരൂപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് ബിഷപ്പ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരം കിളിമാനൂരിൽ കുടിപ്പകയുടെ പേരിൽ വിദ്യാർത്ഥിനിക്കെതിരെ അധ്യാപിക വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക്. അധ്യാപികയെ പ്രതിയാക്കി കിളിമാനൂർ പോലീസ് ഇന്ന് പോക്സോ കേസ് എടുത്തിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്ത് ടെലിഫോണിൽ ചേരുന്നു. ഷബീദ്, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗൗരവമായ ഒരു സംഭവമായി പോലീസ് ഇതിനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയാണ് 24 ഈ വാർത്ത, അതായത് ഈ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ വിദ്യാർത്ഥിനിക്കെതിരെ ഒരു അധ്യാപിക മറ്റൊരു അധ്യാപകനെ ചേർത്ത അധ്യാപകൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നടക്കം വ്യാജ പ്രചരണം നടത്തി. അത് കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയെന്നുള്ള വാർത്ത ഇന്നലെയാണ് 24 റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലുണ്ടായി. ഇന്ന് രാവിലെ പോലീസ് ഈ വിഷയത്തിൽ ആക്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ നീക്കം. കിളിമാനൂർ പോലീസാണ് ഈ അധ്യാപികയെ പ്രതിയാക്കി പോക്സോ കേസ്
രജിസ്റ്റർ ചെയ്തത്. കേസിൽ SC/ST അതിക്രമ വകുപ്പ് പ്രകാരമുള്ള ചില കാര്യങ്ങൾ കൂടി ചേർത്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഗൗരവമുള്ള സംഭവം എന്ന് കണ്ട കേസിന്റെ അന്വേഷണ ചുമതല ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് നൽകിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആറ്റിങ്ങൽ ഡിവൈഎസ്പി വിളിച്ചതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് അങ്ങനെ ഒരു നീക്കം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ IT ആക്ട് അടക്കം ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് സ്കൂളിലെ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വ്യാജ വാർത്തയടക്കം ഈ അധ്യാപിക പ്രചരിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഉടൻ പോലീസ് നീക്കം നടത്തും. അതിനോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ഇന്ന് ആരംഭിച്ചു. റിപ്പോർട്ട് അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. ഇതോടെ ഈ പ്രൈം ടൈമിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.